അയ്യോ അമ്മച്ചി ചത്തുപോയേ. ഹോ, വീട്ടിൽ പോകണം. എന്തൊക്കെ ജോലിയല്ലേ, വീട്ടിൽ ഇനി ആരും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവും. ഇന്നലെയൊക്കെ ഒന്ന് സുഖമായിരുന്നു. എടി രമേ, രമേ, ഇവളിപ്പോ ഇവിടെ പോയി കിടക്കുക. കിച്ചണിലേക്ക് പോയി നോക്കാം. എടി രമേ, ഇവളിപ്പോ ഇവിടെ പോയി കിടക്കുകയാണോ ആവോ? എടി എന്താ ചേട്ടാ വിളിച്ചു കൂല, കുറച്ച് പണിയൊക്കെ അല്ലേ ചെയ്യാനേ. ഓ, നിന്നെ എത്ര നേരമായി വിളിക്കുന്നേ? കുറച്ച് ചായ തരുമോടി? ചായയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞില്ലെങ്കിൽ അതൊന്നും വാങ്ങില്ല. എന്ത് പറയാനൊന്നും വാങ്ങൂല. എല്ലാം മറന്നുപോയി എന്ന് പറയൂ. ഓ, എന്തായി? നാളെ വാങ്ങുന്നുണ്ട്. നീ ഒരു ചായ എടുത്തേ. ആ ശരി, ചായ എടുക്കാൻ പോയി നിന്നാല്. പോയി സമാധാനായി. നാളെ ഇനി മറക്കണ്ട സാധനം വാങ്ങാൻ. ഓ, ഇനി ചായ ഉണ്ടാക്കാം. അയ്യോ കാപ്പിക്ക്, ഓ കാപ്പിന്ന് കഴിപ്പത്. ചായക്ക് ചായപ്പൊടിയില്ല. ഇപ്പൊ കാപ്പി ഉണ്ടാക്കാൻ വെച്ചാൽ കാപ്പിപ്പൊടിയില്ല, ഒരു പൊടിയുമില്ല. ഇനി പേട്ടം വരുമ്പോ ഞാൻ പറഞ്ഞൊക്കെ ഉണ്ട് വാങ്ങുന്നു. എന്താടി കുറച്ചു നേരം ഉറങ്ങാനുള്ള സമ്മതിക്കണ്ടേ? ഇവിടെ ഒരു പൊടിയും ഇല്ല. ചായപ്പൊടിയില്ല, കാപ്പിപ്പൊടിയില്ല, ഹോർലിക്സ് ഇല്ല, ബൂസ്റ്റ് ഇല്ല. അപ്പൊ ചായ ഇല്ല. ചായ ഇല്ലാന്നോ? നിനക്ക് എന്തെങ്കിലും വാങ്ങി വെച്ചൂടേനെ? നിങ്ങളോട് പറഞ്ഞിട്ടില്ല ചായപ്പൊടി വാങ്ങാൻ. നിങ്ങളോട് മറന്നോ? എന്നാ നിങ്ങളൊന്ന് ചായ കുടിക്കണ്ട. ഓ, എന്നാ പിന്നെ കുറച്ച് മനസ്സമാധാനം എടുത്തെങ്കിലും ചെയ്യട്ടെ. സാധനം വാങ്ങാൻ പറയുമ്പോൾ വാങ്ങിയില്ല. ഇതില്ലേന്നുണ്ടെങ്കിൽ എന്റെ കുറ്റം പറയുകയും ചെയ്യും. മോളെ ഉറക്കട്ടെ. മോളെ ചിപ്പി. എന്താ അമ്മേ? പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ചിപ്പിന്ന് വിളിക്കണ്ടാന്ന്. ഇപ്പൊ ഇവിടെയുള്ള ഏകദേശം എല്ലാവരും എൻ്റെ ലൂസി എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ അമ്മയും വേറെ കുറച്ച് ആൾക്കാരെ ചിപ്പി വിളിക്കുന്നുള്ളൂ. ആ അമ്മ എന്താ എന്നെ വിളിച്ചേ? നീ കുറച്ചേരം ഉറങ്ങിക്ക്. ഇന്ന് രാവിലെ മുതൽ നീ പണി ചെയ്തില്ല, എന്നെ സഹായിച്ച്. എന്നെ കുറച്ചേരൊക്കെ നീ ഉറങ്ങിക്ക, അല്ലാതെ നിന്നെ ഈ സമയത്ത് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഈ രാത്രി ആയിട്ടാ പറഞ്ഞേ. ഞാൻ പോവാ. ഓ, കള്ളത്തിൽ കണ്ടുപിടിച്ചല്ലോ. ശിവദാമിയെ കദ്രാവിയമ്മേ, നമുക്ക് ഇവിടെ കിടക്കാം മക്കളെ. മോളെ, ഓ മക്കളെ കൈ പോന്ന്. അത് ഞാൻ അമ്മേനോട് പറയാൻ നിൽക്കായിരുന്നു. എത്ര ദിവസം നമ്മൾ നിലത്തൊക്കെ കിടന്നിട്ട്. ഇവർക്ക് നിലത്തും കൂടി കെടുക്കാത്ത കുഴപ്പം. ഫുഡ് ഉണ്ടാക്കട്ടെ. അല്ല അവക്ക് ഫുഡ് വേണ്ട അല്ല പറഞ്ഞ. ഫുഡ് എന്താ ഉണ്ടാക്കി കൊടുക്കേ വേണ്ട. അത് അവളെ വീട്ടിൽ പോയപ്പോ എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ജോലി ഉണ്ടെന്ന് ഓർക്കില്ല. ഗീത വരുന്നുണ്ടോ? ഓ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. അമ്മ ഞാൻ ഇവിടെ ഉണ്ടമ്മേ. ഓ, ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ പേടിപ്പിച്ച്. ആരാപ്പ എന്റെ വിളിക്കുന്നേ? ആ ഗീത ചേച്ചിയാണല്ലോ. ഹലോ ഗീത ചേച്ചി, അപ്പം വരുന്നു. ശരി ശരി, ഓക്കെ. ഓ അമ്മ, ഗീത ചേച്ചി വരുന്നുണ്ടോ അല്ലേ? ഞാൻ രാവിലെ അറിഞ്ഞിക്കാം. അവക്കൊന്നും വേണ്ട. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും ഉണ്ടാക്കാനും പോകുന്നില്ല. ഇനി ഫുള്ളും എന്റെ കുറ്റവും കുറവായിട്ടുണ്ടാവുക. അതെന്തായാലും ഉണ്ടാവുമല്ലോ. ശരി അമ്മേ. രമേ, ലൂസി കൊച്ചി, എന്തൊക്കെ സുഖാണോ? ലൂസി അങ്ങ് തടിച്ചുണ്ടാപ്പി ആയിപ്പോയല്ലോ. എടി ഞാൻ പെട്ടെന്ന് പോവാ കേട്ടോ.
ഞാൻ പിന്നെ ഈ വഴി കൂടി എന്തായാലും വരും, അതുകൊണ്ട് പിന്നെ എന്നോട് വിളിച്ചു വരുന്നത് എന്തായാലും നീ പിന്നെ എവിടെയും പോലാലോ എന്ന് നോക്കണ്ടിട്ടാണ് കേട്ടോ. എന്താ പെട്ടെന്നൊക്കെ പോന്നേ? ഒന്നുമില്ല. പിന്നെ ഞാൻ പറയുന്നൊന്നും വിചാരിക്കില്ലേടി, നിനക്ക് ഈ ഡ്രസ്സ് തീരും ചേരില്ല. നിനക്ക് ആ പഴയ മാക്സി ഒക്കെ ഇടുന്നതിനായിരുന്നു നല്ലത്. ഇറങ്ങണ എന്റെ വീട്ടിന്ന്. സോറി എടി, ഞാൻ പോവാട്ടോ മോളെ, ഞാൻ പോവാണേ. ആ തലക്ക് കൊച്ചു കിട്ടുന്നതിനാണ് ഇവിടുന്ന് സ്ഥലം വിടുന്നത് നല്ലത്, അല്ലെങ്കിൽ ഇനിയും കേൾക്കും.